നമസ്കാരം. ജനത്തിനെ ഇരുട്ടിലാക്കുന്ന പുതിയ വിസ്മയം. ജനരോഷമുണ്ടാക്കിയെടുക്കുവാൻ കോൺഗ്രസ് മന്ത്രിമാർ. ഒരു സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 2 മാസമേ ആയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സർക്കാരിനെ വിമർശിക്കരുത് എന്ന് പറഞ്ഞാൽ കഴിയില്ല. ചിലത് വിമർശിക്കുക തന്നെ വേണം. കാരണം ബ്രീത്തിങ് ടൈമൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾ വളരെ കൃത്യമായി പണിയെടുക്കേണ്ട സമയമാണ്. കൃത്യമായി ജനങ്ങളോട് സംവദിക്കേണ്ട സമയമാണ്. ഇവിടെ ഞങ്ങൾ കയറിയതേ ഉള്ളൂ, ഞങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ എന്നൊക്കെയുള്ള തൊടുന്യായങ്ങൾ ഇനി പറയാൻ നിങ്ങൾക്ക് സമയമില്ല. തുടങ്ങുക. ഇവിടെ നിങ്ങൾ ഇനി എടുക്കേണ്ടത് ആക്ഷനാണ്. അത് ചെയ്യാൻ നിങ്ങൾക്ക് സമയമായിരിക്കുന്നു. അതില്ല എന്നുണ്ടെങ്കിൽ ഈ മന്ത്രിസഭ തന്നെ ചിലപ്പോൾ പുറത്തു പോകും. ഇപ്പോൾ ഇതാ പലതരത്തിലുള്ള ജനരോഷത്തിനിടയാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഈ സർക്കാർ പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ടാകും. ചിലപ്പോൾ അത് സർക്കാരിൻ്റെ പിടിപ്പുകേട് മാത്രമായിരിക്കില്ല, മുൻ സർക്കാരുകൾ വരുത്തിവെച്ച ഗതികേടുമായിരിക്കാം. അപ്പോൾ അതിനെ പിന്തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പേരുദോഷം മുഴുവനും വന്നു ചേരുന്നത് ഈ സർക്കാരിനായിരിക്കും. ഒപ്പം ഈ സർക്കാരിനെ തന്നെ കുഴിയിലിറക്കാൻ കാത്തു നിൽക്കുന്ന കോൺഗ്രസിൻ്റെ വലിയ വലിയ നേതാക്കന്മാരും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും KSUവിൻ്റെ നേതാക്കന്മാരുമൊക്കെ ഇങ്ങനെ കച്ചകെട്ടി നിൽക്കുമ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിക്കും ഒന്നും ഈ ഭരണപക്ഷത്തോട് പറയേണ്ട ആവശ്യമില്ല, എതിർക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഭരണപക്ഷത്ത് തന്നെ വലിയൊരു വിഭാഗം പ്രതിപക്ഷമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംവിധാനം കോൺഗ്രസ്സിലല്ലാതെ മറ്റൊരു സ്ഥലത്തും ഉണ്ടാകില്ല. കാരണം മുൻപും ഇത്തരത്തിലുള്ള മുന്നണി സംവിധാനത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയിട്ടുണ്ട്. അന്നൊക്കെ കോൺഗ്രസ്സിനകത്ത് നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസ്സിനെ പിന്നിൽ നിന്ന് കുത്തുന്നവർ ഒത്തിരി കോൺഗ്രസ് നേതാക്കൾ ഉള്ളതുപോലെ തന്നെ ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. അതിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയാകുവാൻ കുപ്പായം തുന്നിയിരുന്ന KC വേണുഗോപാൽ അടക്കം പലതരത്തിലും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള വേണുഗോപാൽ ഗ്രൂപ്പിൽപ്പെട്ട നേതാക്കന്മാരെ കൊണ്ട് സതീശനെ കിട്ടുന്ന സമയത്തെല്ലാം തെറി വിളിപ്പിക്കുക എന്നൊരു സമീപനത്തിലേക്ക് എത്തിയിരിക്കുന്നതും അതിൻ്റെ മറ്റൊരു പ്രതിഫലനമാണ്. അതുപോലെ തന്നെ മറ്റു പലരും. പക്ഷേ കോൺഗ്രസ്സിനകത്ത് ഇത്രത്തോളം വിധേയന്മാർ ഇന്നും ജീവിച്ചിരിക്കുന്നതാണ് ഈ പാർട്ടിയുടെ ശാപമെന്ന് പറയപ്പെടുന്നത്. കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായി 102 സീറ്റ് കൊടുത്ത് അധികാരത്തിലേക്ക് എത്തിയതിന് പിന്നിൽ സതീശൻ്റെ കൂടെ കഴിവുണ്ട് എന്ന് അംഗീകരിക്കാൻ കഴിയാത്ത കോൺഗ്രസ്സുകാർ ഉള്ളതുകൊണ്ടാണ് ഇന്നും സതീശനെ അംഗീകരിക്കാത്ത അതേ നേതാക്കന്മാർ മുഖ്യമന്ത്രി കസേരയിൽ സതീശനെ വാഴിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സർക്കാരിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസ്സിനകത്തുള്ളവർ തന്നെ പടവെട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലാവധി എത്രത്തോളമായിരിക്കും, അല്ലെങ്കിൽ സതീശൻ്റെ മുഖ്യമന്ത്രി കസേര എത്ര നാളത്തേക്കായിരിക്കും എന്നതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് PM ശ്രീ പദ്ധതി അടക്കം, അല്ലെങ്കിൽ സതീശൻ മന്ത്രിസഭ ആരംഭിച്ചത് മുതൽ ഇങ്ങോട്ട് അവർക്കെതിരെ തിരിഞ്ഞുകുത്തിയ ഒട്ടനവധി സംഭവങ്ങൾ, അതിന് വേണമെങ്കിൽ വഴിമരുന്നിട്ട് കൊടുത്തത് ഈ കോൺഗ്രസ് മന്ത്രിമാരും കോൺഗ്രസ് നേതാക്കന്മാരും തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോഴും സതീശനെതിരെ ഇത്തരത്തിൽ വാളോങ്ങാൻ നിൽക്കുന്ന എല്ലാ കോൺഗ്രസ് മന്ത്രിമാരും, എല്ലാ കോൺഗ്രസ് MLA മാരും, എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ഒരു കാര്യം മനസ്സിലാക്കുക. ജനങ്ങൾ, വലിയൊരു വിഭാഗം ജനങ്ങൾ, അവരുടെ വലിയ ആശയും അഭിലാഷവും പ്രത്യാശയും പ്രതീക്ഷയുമായിരുന്നു സതീശൻ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി ആക്കണമെന്നതിലേക്ക് കൊണ്ടെത്തിച്ചതും അദ്ദേഹം മുഖ്യമന്ത്രി ആയതും. പക്ഷേ ഇനി ഭരിക്കാൻ അനുവദിക്കുക. അതിന് കഴിവില്ലാത്തവർ, ഇങ്ങനെ നട്ടലില്ലാത്തവർ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി, നട്ടലില്ലാത്ത കുറേ കോൺഗ്രസ്സുകാർ ഇപ്പോഴും ഈ സർക്കാരിനെതിരെ തിരിഞ്ഞുകുത്തുന്നത് അത് ആ സർക്കാരിന് മാത്രമല്ല ഈ പറയുന്ന മുന്നണിക്കടക്കം ഗുണം ചെയ്യില്ല എന്നുള്ളതാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ ഈ പറഞ്ഞു വരുന്ന സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണം, ഈ വൈദ്യുതി നിയന്ത്രണത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയപ്പെടുന്നത് ഓരോ ദിവസം കഴിയുമ്പോഴും കൂടിക്കൂടി വരികയാണ്. പല തവണയായിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ 1.5 മണിക്കൂർ വരെയാണ് ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും 1.5 മണിക്കൂറോളം. ആദ്യം ഒരു 20 മിനിറ്റ് എന്ന് പറഞ്ഞാണ് ഈ കളി തുടങ്ങിയത്. 20 മിനിറ്റ് ഞങ്ങൾ ഈ ലോഡ് ഷെഡിങ് നടപ്പിലാക്കുള്ളൂ. പല സ്ഥലങ്ങളിലും, തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലും 1.5 മണിക്കൂറാണ് കഴിഞ്ഞ ദിവസം 3 പ്രാവശ്യമാണ് ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തി. 7 മണിക്കും ഈ പറയുന്ന 12 മണിക്കും ഇടയിൽ 3 പ്രാവശ്യം, അങ്ങനെ 1.5 മണിക്കൂറോളം. 20 മിനിറ്റ് പറഞ്ഞു തുടങ്ങിയവർ ഇപ്പോൾ 30 മിനിറ്റ് വീതം എടുക്കാൻ തുടങ്ങി. അതിനുശേഷം അത് 1.5 മണിക്കൂറിലേക്ക് എത്തി എന്നതാണ്. സത്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ 1.5 മണിക്കൂർ എന്ന് പറയപ്പെടുന്നത് ഇരുട്ടിൽ തപ്പുകയാണ് കേരളം. ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു. ലോഡ് ഷെഡിങ്ങിൻ്റെ സമയക്രമം മാറ്റുന്നു. ലോഡ് ഷെഡിങ് എന്ന് പറയപ്പെടുന്നത് അത് അത്യന്താപേക്ഷിതമാണ് എന്ന് KCB അടക്കം പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. മറ്റു വഴിയില്ല എന്നാണ് പറയപ്പെടുന്നത്.
വൈദ്യുതിയുടെ ആവശ്യകതയിൽ ഏകദേശം 5000 മെഗാവാട്ടിൻ്റെ വർധനവുണ്ടായത് ആ വർധനവ് മഴക്കുറവും ഈ പറയുന്ന അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നതുമൊക്കെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം അത്രത്തോളം ചൂടാണ്. ആ ചൂട് കാരണം വൈദ്യുതി ഉപഭോഗം കൂടുക തന്നെ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉൽപ്പാദനം ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ മഴക്കാലം കൂടി അല്ലാത്തത് കൊണ്ടും അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഇതോടൊപ്പം തന്നെ രാജ്യത്ത് ആകമാനം വൈദ്യുതി ആവശ്യകത വർദ്ധിച്ചതിനാൽ പവർ എക്സ്ചേഞ്ചിലൂടെ ലഭ്യമാകുന്ന വൈദ്യുതിയുടെ ലഭ്യതയിലും കാര്യമായിട്ടുള്ള കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ഹ്രസ്വകാല കരാർ വഴി വൈദ്യുതി വാങ്ങാൻ KECBക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ട് എങ്കിലും ഈ വൈദ്യുതി ഉടൻ ലഭിക്കാനും പോകുന്നില്ല. മഴക്കുറവും അന്തരീക്ഷ താപനില താരതമ്യേന ഉയർന്ന നിലയിൽ തുടരുന്നതിനാലും വൈദ്യുതി ആവശ്യകത വർദ്ധിച്ചതിനാലുമാണ് നിയന്ത്രണം വേണ്ടിവരുന്നത്. വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനാവാത്ത സാഹചര്യമാണ് എന്ന് പ്രതിസന്ധി മറികടക്കാൻ സാധ്യത ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ വർഷം ജൂലൈയിൽ പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത എന്ന് പറയപ്പെടുന്നത് ഏകദേശം 35,000-36,000 മെഗാവാട്ടായിരുന്നു. എന്നാൽ ഈ വർഷം അത് ഏകദേശം 46,000-48,000 മെഗാവാട്ടായിട്ട് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 10,000 മുതൽ 12,000 വരെ മെഗാവാട്ട് കൂടിയിരിക്കുന്നു. ഡാമുകളിലെ 28% വെള്ളം മാത്രമാണ് ഉള്ളത് എന്ന് മന്ത്രി സണ്ണി ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിലും ഈ വൈദ്യുതി നിയന്ത്രണം എന്ന് പറയപ്പെടുന്നത് അനിവാര്യതയാക്കി മാറ്റുമ്പോൾ അത് കുറച്ചുകൂടി ജനത്തിന് മനസ്സിലാക്കുന്ന തരത്തിലാക്കണം. ഇങ്ങനെ 1.5 മണിക്കൂറൊക്കെ കട്ട് ചെയ്തെടുക്കുക, ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുക എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും ഒരു ശരിയായ രീതിയല്ല. അത് നിങ്ങളെ ഈ സർക്കാരിനെ, പ്രത്യേകിച്ച് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിനെയും ഈ സർക്കാരിനും ഒരു നാണക്കേടുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ കടം വാങ്ങിയ വൈദ്യുതി തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നും ഈ ആര്യാടിൻ്റെ കാലത്തുണ്ടാക്കിയിട്ടുള്ള കരാർ റദ്ദാക്കിയത് തിരിച്ചടിയായി എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. വൈദ്യുതി ലഭ്യതയിൽ ഏകദേശം 600-700 മെഗാവാട്ട് കുറവ് വന്നിട്ടുണ്ട്. പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി പൊതുജനങ്ങൾ ഇതിനോടൊപ്പം സഹകരിക്കണമെന്ന് പറയുകയാണ്. കാരണം ഇവിടെ ഇപ്പോൾ AC-യുടെ താപനില 25 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാക്കണം, അലങ്കാര വിളക്കുകൾ ഒഴിവാക്കണമെന്നൊക്കെ മന്ത്രി പറയുമ്പോഴും എൻ്റെ പൊന്നു മന്ത്രി, ഇതൊക്കെ ജനം ഇവിടെ ചെയ്യാതിരിക്കുന്നില്ല. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലൊക്കെ അവർ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ അത്രത്തോളം ഈ വൈദ്യുതി എന്ന് പറയപ്പെടുന്നതിന് വൈദ്യുതി ബില്ലിൽ അത്രത്തോളം കടുപ്പിച്ച് തന്നെയാണ് നിങ്ങൾ ആ ബില്ലുണ്ടാക്കിയെടുക്കുന്നത്. അത് അടയ്ക്കാൻ പാടുപെടുന്ന സാധാരണക്കാരൻ ഇനി AC വെച്ചാലും അവനത് കട്ട് ചെയ്തേ ഇടൂ എന്നുള്ളതാണ്. എന്തായാലും ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്ന് പറയപ്പെടുന്നത്, നിങ്ങൾ ഒരു നേരം നിങ്ങൾ ഈ പറയുന്ന പോലെ ജനങ്ങൾ നിങ്ങളോട് സഹകരിക്കും. ഒരു പ്രാവശ്യം അരമണിക്കൂർ നിങ്ങൾ ലോഡ് ഷെഡിങ് ഉണ്ടാക്കൂ, അരമണിക്കൂർ. ആ അരമണിക്കൂറിന് പകരം ജനങ്ങളോട്, പൊതുജനങ്ങളെ നിങ്ങൾ സഹകരിക്കണമെന്ന് പറയപ്പെടുകയും അവരെ പറ്റിച്ചുകൊണ്ട് 1.5 മണിക്കൂർ നിങ്ങൾ ഈ ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നല്ല. ഈ അന്യായമായ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾ തിരികെ പോകണം, മടങ്ങിപ്പോകണം. ജനത്തിനെ ജനരോഷത്തിലേക്ക് കൊണ്ടെത്തിക്കരുത് നിങ്ങൾ. കാരണം നിങ്ങളുടെ സർക്കാരിനെ കൊണ്ടുവന്നത് ജനകീയ സർക്കാർ എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ ഇഷ്ടത്തോടു കൂടി കൊണ്ടുവന്ന സർക്കാരാണ്, ജനങ്ങൾ ആഗ്രഹിച്ചു വന്ന മുഖ്യമന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞ് വന്ന സർക്കാരാണ്. അപ്പോൾ ആ ഒരു സർക്കാർ വിസ്മയങ്ങൾ തീർക്കണം. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിസ്മയങ്ങളായിരിക്കും. ഇങ്ങനെ ജനത്തിനെ ഇരുട്ടിലാക്കുന്ന, അവർക്ക് ഇരുട്ടടി കൊടുക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള വിസ്മയങ്ങൾ തീർക്കാതിരിക്കുക. ഈ വിസ്മയങ്ങൾ സഹിക്കുവാനുള്ള കരുത്ത് ഈ പാവപ്പെട്ട ജനങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കുക. ഈ ജനരോഷം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി മത്സരിക്കുന്ന കോൺഗ്രസ് മന്ത്രിമാരെ കാണുമ്പോൾ നാണക്കേട് തോന്നുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യേണ്ടി വരുന്നത് ഗതികേടാണ്, എങ്കിലും ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല. ഇത് നിങ്ങൾ വരുത്തി വെച്ചതാണ്. ഈ 1.5 മണിക്കൂർ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് പറയട്ടെ. ഞാൻ ആദ്യം സൂചിപ്പിച്ച അരമണിക്കൂർ സഹിക്കാൻ ജനങ്ങൾ തയ്യാറാണ്, പക്ഷേ അതുപോലും വലിയ പാടാണ്. പക്ഷേ എങ്കിലും അവർ സഹകരിക്കും. പക്ഷേ വെറുതെ അവരുടെ മനസാക്ഷിയെ, അവരുടെ മനസ്സിനെ കുത്തിനോവിക്കുന്ന തരത്തിലേക്ക് ആക്കരുത്. അതുപോലെ തന്നെ അവരുടെ ഈ മാനസികാവസ്ഥയെ പരീക്ഷിക്കുന്ന തരത്തിലേക്കും ആകരുത്. അത്തരത്തിൽ പരീക്ഷണത്തിലേക്ക് പോയാൽ തിരിച്ചടി വളരെ കൃത്യമായിട്ട് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് സതീശനാണെങ്കിലും സണ്ണി ജോസഫ് ആണെങ്കിലും ഈ സർക്കാരിനാണെങ്കിലും ഒരു രക്ഷയുമില്ല. നിങ്ങൾക്ക് എതിരാകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ജനത്തെ കൊണ്ടെത്തിക്കരുത്.